ഇന്ന് ഞങ്ങൾ അച്ഛൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നത് കേട്ടോ. അവിടെ വന്നപ്പോൾ ചേച്ചി കുറേ റംബൂട്ടാൻ പൊട്ടിച്ച് വെച്ചിരിക്കണം. അപ്പോൾ പൊട്ടിച്ച് വെച്ചൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ ടെറസിൻ്റെ മേലെ കയറി. ടെറസിൻ്റെ മേലെ നിന്ന് പൊട്ടിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. മുഴുവൻ റെഡായിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ പകുതി റെഡായതിന് വരെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഹൈബ്രിഡ് റംബൂട്ടാനാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കുരു ഭയങ്കര ചെറുതും നല്ല ഫ്ലഷുമായിരുന്നു, നല്ല മധുരമായിരുന്നു കേട്ടോ. അത് കുട്ടനെ ഒരെണ്ണം പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ത്രില്ലായി. അത് കഴിഞ്ഞ് റംബൂട്ടാനൊക്കെ പൊട്ടിച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ കുഞ്ചു പറഞ്ഞു, ആൻറ്റി നമുക്ക് ഇവിടെ പോവാം, തട്ടുകടയിൽ പോവാം, അവിടെ പോയി കഴിഞ്ഞാൽ ബജീസൊക്കെ കഴിക്കാൻ നല്ല ചൂട് ലൈവ് ബജീസ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇത് കെട്ടാണ്, കെട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ബജിക്കടയാണ്. അടിപൊളി ആംബിയൻസും കഴിക്കാനും. പിന്നെ ഒന്നാമത് ഞങ്ങൾ കുറേ കാലമായില്ല ഇങ്ങനെയൊക്കെ ഒന്നൊരു ടൈം സ്പെൻഡ് ചെയ്തിട്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ കുറേ ടൈപ്പ് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൂടുതലും മുട്ട ബജിയും മുട്ടക്കാന്താരിയും സവാള വടയൊക്കെയാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. മറ്റു കായ ബജിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ വയറ് നിറച്ച് ബജീസും കഴിച്ചിട്ടാണ് വീട്ടിൽ ചെല്ലണത് കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചി ഫുള്ള് അടിപൊളി ഡിന്നർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഞണ്ട്, ചെമ്മീൻ, മീൻ, കക്ക, അങ്ങനെ ചിക്കൻ, അങ്ങനെയൊക്കെ പറഞ്ഞ പലതരം വിഭവങ്ങൾ, പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ കേട്ടോ. പിന്നെ ആദ്യക്കുട്ടിന് വളരെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് മാത്രമേ അവൻ ഇൻറ്റിമേറ്റായിട്ട് നിൽക്കുള്ളൂ. അതിൽ 2 പേരാണ് തക്കുടും മുജാബി കേട്ടോ. അവരുടെ കൂടെ എപ്പോഴേക്കും വൈകുന്നേരം പോകാറായപ്പോഴേക്കും അവൻ ഫുൾ സെറ്റായി. പിന്നെ അവിടെ നിന്ന് പോരാനായിരുന്നു അവന് വാശി.